ഈ കൈരളി ടി വിയുടെ ഈ കതിർ അവാർഡ് 5ാമത്തെ പ്രാവശ്യമാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 3 പരിപാടികളിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ടതിൽ. കാരണം ഈ അതിര് കാക്കുന്ന ജവാനെയും കതിര് കാക്കുന്ന കിസാനെയും നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവരാണ് എന്നാണ് പറയാറ്. പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും നമ്മുടെ സമൂഹത്തിൽ നടപ്പാവുന്നില്ല. ഇപ്പോൾ ഒരു സിനിമ എടുത്താൽ പോലും ജവാൻ എന്ന് പറയുന്ന ആൾ ഒരു തമാശക്കാരനായിരിക്കും, തള്ളുകാരനായിരിക്കും, നുണ പറയുന്ന ആളായിരിക്കും, ബെഡായി അടിക്കുന്ന ആളായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഇവരെയൊക്കെ കണ്ടിട്ടുള്ളത്. കർഷകരെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കർഷകർ ആദരിക്കപ്പെടുന്ന ഒരു വേള, ഒരു വേദി അത് കിട്ടി, അതിന് സാക്ഷ്യം ത്തിനായി ഇവിടെ വന്നപ്പോൾ മനസ്സ് വല്ലാതെ മിടിക്കുന്നുണ്ട്. കാരണം ഞാനൊരു കർഷകനാണ്. കർഷകരിലുപരി ഞാനൊരു കർഷക പ്രേമിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് പൊക്കാളി എന്നൊരു നെൽവിത്തിനം കൃഷി ചെയ്യുന്നു. ഇപ്പം അത് ഏകദേശം മരിച്ച അവസ്ഥയിലാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ അവിടെ ഈ തിലോപ്പിയ എന്ന് പറഞ്ഞ മത്സ്യകൃഷി അവർ വളർത്തിയിട്ട് അത് സക്സസ് ആവുന്നില്ല, സർവൈവ് ചെയ്യുന്നില്ല ഈ മത്സ്യങ്ങൾ. അപ്പോൾ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയത് എന്തുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ ഇത് വിജയിക്കാത്തത്. അങ്ങനെ അവരത് അന്വേഷിച്ച് ആരോ പറഞ്ഞ് കേരളത്തിൽ ഇങ്ങനെ കടമക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഈ തിലോപ്പി കൃഷി ഭയങ്കരമായിട്ടുള്ള വിജയം കൈവരിക്കുന്നുണ്ട് അവിടുത്തെ കർഷകർ. ഇത് കേട്ടറിഞ്ഞ് അവർ കടമക്കുടിയിലെത്തി അവിടെ അന്വേഷിച്ച് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പൊക്കാളി നെല്ലിൻ്റെ കൂടെ 6 മാസം പൊക്കാളി, അതിനുശേഷം 6 മാസം മത്സ്യകൃഷിയാണ്. അപ്പോൾ ഈ പൊക്കാളി നെല്ല് കൊയ്ത് കഴിഞ്ഞ് കറ്റ നിൽക്കുമല്ലോ ചെളികളിൽ, അതാണ് ഞങ്ങൾ തീറ്റയായിട്ട് കൊടുക്കുന്നത്. തീറ്റയും വേറെ ഞങ്ങൾ കൊടുക്കാറില്ല. അപ്പോൾ അവർക്ക് അത്ഭുതമായി. കാരണം തീറ്റ കൊടുക്കാണ്ട് ഇവിടെ ഈ കടമക്കുടി എന്ന് പറയുന്ന എറണാകുളം ജില്ലയിൽ തിലോപ്പി കൃഷി വൻ വിജയത്തിലേക്കത് എത്തിക്കുന്നു. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ ഇവിടെ നിന്ന് പൊക്കാളി നെല്ലുമായിട്ട് അവർ പോയി അവിടെ പൊക്കാളി നെല്ല് കൃഷി ചെയ്തു. അതിനിടയിൽ അവർ ഈ പിലോപ്പിയെയും വളർത്തി. അവിടെയും സക്സസ് ആയി. ഇപ്പോഴും വരുന്നത് പിലോപ്പി കുഞ്ഞുങ്ങൾ വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അവിടെ സക്സസ് ആയി. കഥ അതല്ല, ക്ലൈമാക്സ് അതല്ല. ഈ വർഷം കടമക്കുടിയിൽ പൊക്കാളി നെല്ലിടാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിത്ത് വരേണ്ട വന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കേരളത്തിലെ കർഷകരുടെ സമീപനം. അപ്പോൾ ഞാൻ പലരും പറഞ്ഞു എന്ത് കഷ്ടമാണ് നമ്മളിങ്ങനെയൊക്കെ ഇട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ സർക്കാർ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരും കൃഷി ചെയ്യാനായിട്ട് അത്ര ഇപ്പോൾ ഈ ഏകദേശം ഈ പൊക്കാളി എന്ന് പറഞ്ഞ കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് മുതൽ തൃശ്ശൂർ ഏനാമക്കൽ ബണ്ട് വരെ 10,000 കണക്കിന് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുകയാണ്. ഈ നെല്ല് ഇന്ന് ആരും കൃഷി ചെയ്യുന്നില്ല. അവിടെ ഇപ്പോൾ ചെമ്മീൻ കൃഷിയില്ല, മീൻ കൃഷിയില്ല, ഒന്നുമില്ല. ഇത്ര ഏക്കറുകൾ വെറുതെ കിടക്കുകയാണ്, തരിശ് പോലെ കിടക്കുകയാണ്. അപ്പം കേരളീയരുടെ ഈ സമീപനമൊക്കെ മാറി കൃഷിയോടുള്ള. അപ്പോൾ ഇത്തരം അവാർഡുകൾ അതിനൊക്കെ നിർജീവമായി പോയിട്ടുള്ള ആ കൃഷി രീതിനെയൊക്കെ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സമക്ഷത്തിലേക്ക് എനിക്ക് വെക്കാനുള്ളത്, ഈ പൊക്കാളി കൃഷിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അത് ഒരാളും കൃഷി ചെയ്യുന്നില്ല. ഈ വർഷം ഞാൻ 15 ഏക്കർ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇട്ടിട്ടില്ല കൃഷി. ഒരാളും ആ പ്രദേശത്തെ ആരും നെല്ലിട്ടിട്ടില്ല. ചെമ്മീൻ കൃഷിയില്ല. 5ൻ്റെ പൈസ ഈ വർഷം ആ പാടത്തുനിന്ന് കിട്ടില്ല ഒരാൾക്കും. ആരും എടുക്കാൻ ആളില്ല. ചെമ്മീൻ കൃഷിക്കും എടുക്കാൻ ആളില്ല.
അപ്പോൾ ഇത്രയും ഏക്കർ സ്ഥലം വെറുതെ കിടക്കുകയാണ്. അത് വല്ലാത്തൊരു ഭീകരതയാണത്. അപ്പോൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ സംഭവത്തെ കണ്ടില്ലെങ്കിൽ നാളെ ഒരു വലിയ ദുരന്തം നമ്മളെ കാത്തിരിപ്പുണ്ട്. ഇപ്പം അറിയില്ല, നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയെല്ലാം വരുന്നുണ്ട്. എന്തെങ്കിലും വിഷത്തിൻ്റെ പേരിൽ പണ്ട് നമ്മൾ അനുഭവിച്ചാണ് മുല്ലപ്പെരിയാർ സമരത്തിൽ അവർ പച്ചക്കറി ഒന്നും വിടാതെ ഒരു സംഭവം നമ്മൾ അനുഭവിച്ചാണ്. എന്നിട്ടും നമ്മൾ പഠിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഈ വേദികൾ ആ കർഷകരെ ഉത്തേജിപ്പിക്കാൻ കഴിയുമാറാകട്ടെ. നമുക്കൊക്കെ എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ കൈരളി ടി വിക്ക് കഴിയട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ദീർഘിപ്പിച്ച എന്നെ ഇവിടുന്ന് പിടിച്ചിറക്കേണ്ടി വരും. അതാണ് അത്രയ്ക്ക് അനുഭവം എനിക്ക് കൃഷിയെക്കുറിച്ച് പറയാനുണ്ട്. എന്നിരുന്നാലും വളരെ സന്തോഷം. എല്ലാ കർഷകർക്കും അവാർഡ് നേടിയ എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. നന്ദി, നമസ്കാരം.